ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ ലീഗ് കേരളം സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ മത്സരം കഴിഞ്ഞു. രണ്ടാമത്തെ മത്സരം നടന്നത് തൃശ്ശൂർ മാജിക് എഫ് സിയും കണ്ണൂർ വാരിയർ എഫ് സിയും തമ്മിലായിരുന്നു. തൃശ്ശൂർ മാജിക്കിൻ്റെ ഹോം മാച്ച് ആയിരുന്നു. സോ മത്സരം നടന്നത് മഞ്ചേരി സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിലായിരുന്നു. കളിക്കുമ്പോൾ അത്യാവശ്യം മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്രൗണ്ട് ആകെ വെറ്റായിരുന്നു. സോ കളിക്കിടയിൽ ഈ സ്ലിപ്പാവുന്ന ബാലൻസ് തെറ്റുന്ന പ്രശ്നങ്ങളൊക്കെ പ്ലേയേഴ്സ് നേരിടേണ്ടി വന്നു. അത് രസംകൊല്ലിയായിരുന്നു, എങ്കിലും കുഴപ്പമുണ്ടായില്ല. ഇനി മത്സരത്തിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൻ്റെ മാജിക്ക് കണ്ണൂർ വാരിയേഴ്സ്, കണ്ണൂരിൻ്റെ യോദ്ധാക്കൾ ഇഞ്ചുറി ടൈമിൽ വിന്നിങ് ഗോളോടുകൂടി അടിച്ചൊതുക്കി എന്ന് തന്നെ പറയേണ്ടി വരും. കണ്ണൂർ വാരിയേഴ്സ് എഫ് സി 2, തൃശ്ശൂർ മാജിക് എഫ് സി 1, അതാണ് സ്കോർ ലൈൻ. ഇനി കളിയുടെ ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം അത്ര വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കളിക്ക്. രണ്ട് ടീമും അത്യാവശ്യം സെറ്റിൽ ആവാൻ ടൈമൊക്കെ എടുത്തു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ കണ്ണൂർ എഫ് സി ആണ് കുറച്ചും കൂടി കമ്പോസ്ഡ് ആയിട്ട് കളിച്ചിരുന്നത്. അവരുടെ ഒരു ബിൽഡപ്പ് ഗെയിം, പാസുകൾ കൂടുതൽ നടത്തുക, പൊസഷൻ കീപ്പ് ചെയ്യുക എന്നുള്ള സ്റ്റൈലിലാണ് അവർ കളിച്ചു പോകുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ കൂടെയാണ് അവരുടെ കൂടുതൽ അറ്റാക്സും ഫസ്റ്റ് ഹാഫിൽ വന്നത്. ഇനി നേരെ തൃശ്ശൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൃശ്ശൂർ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളെന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം പന്ത് കാലിൽ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ ചെറിയ പാസുകൾ കളിച്ച് ഫോർവേഡ് ലൈനിലേക്ക് പന്ത് എത്തിക്കുക എന്നൊരു നയമായിരുന്നു തൃശ്ശൂരിൻ്റെ. അധികം പന്തടക്കം കീപ്പ് ചെയ്യുക എന്നൊരു കാര്യം അവർ കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് തന്നെ ചിന്തിക്കേണ്ടി വരും. തൃശ്ശൂരിന് വേണ്ടി ക്യാപ്റ്റനായിട്ട് ഇറങ്ങിയത് സി കെ വിനീതാണ്. കേരളത്തിൻ്റെ സ്ട്രൈക്കറായിരുന്ന സി കെ വിനീത്. അദ്ദേഹം ഒരു ലോൺ സ്ട്രൈക്കറായിട്ട്, ഒരു ടാർഗറ്റ് മാനെ പോലെ ഫ്രണ്ട് ലൈനിൽ ഒറ്റയ്ക്കായി പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു മിക്കപ്പോഴും. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഫ്ലോയിലുള്ള അറ്റാക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ തൃശ്ശൂരിന് അധികം കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയും പാസ് കളിച്ച് പെട്ടെന്ന് സി കെ വിനീതിലേക്ക് എത്തിക്കുക, സി കെ വിനീത് ഒരു ആങ്കർമാനെ പോലെ കളിക്കുന്ന ഒരു രീതിയായിരുന്നു. രണ്ട് ടീമുകളും അത്യാവശ്യം ചാൻസസ് ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ് ഹാഫിൽ തന്നെ. അതിലെടുത്ത് പറയേണ്ട ഒരു ചാൻസ് സി കെ വിനീതിന് തന്നെ കിട്ടിയതാണ്. സെറ്റ് പീസിൽ നിന്ന് കിട്ടിയൊരു ചാൻസ് അദ്ദേഹം ഹെഡർ ചെയ്യുന്നുണ്ട്. കോർണറിൽ നിന്ന് വന്ന പന്ത് ഹെഡർ ചെയ്യുന്നത് നല്ലൊരു ഹെഡർ തന്നെയായിരുന്നു, പക്ഷെ അത് ബാറിൽ തട്ടി പോവുകയാണ് ചെയ്യുന്നത്. അതൊരു ഫസ്റ്റ് മിക്സ്ഡ് ചാൻസ് ആയിരുന്നു കളിയിലെ. അതിനുശേഷം കളിയുടെ ഫ്ലോ, നേരത്തെ പറഞ്ഞ കണ്ണൂർ എഫ് സിയുടെ കളികളിലായിരുന്നു പന്ത് മിക്ക സമയവും നല്ല പൊസിഷൻ ബേസ് കീപ്പ് ചെയ്ത് തന്നെയാണ് അവർ കളിച്ചിരുന്നത്. പക്ഷേ ഈ ഫ്ലോയ്ക്ക് വിപരീതമായിട്ട് 36ാമത്തെ മിനിറ്റിൽ ഗോൾ നേടുന്നത് തൃശ്ശൂർ മാജിക് എഫ് സിയാണ്. അവരുടെ ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണൂർ എഫ് സിയുടെ ഒരു മിഡ്ഫീൽഡ് പന്ത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് നഷ്ടപ്പെടുന്നു. പെട്ടെന്ന് തന്നെ തൃശ്ശൂരിൻ്റെ പ്ലേയേഴ്സ് അത് ക്യാപിറ്റലൈസ് ചെയ്ത് സി കെ വിനീതിന് പന്ത് എത്തിക്കുന്നു ഫ്രണ്ട് ലൈനിലുള്ള. പക്ഷേ സി കെ വിനീത് ആ പന്ത് ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്തില്ല. അദ്ദേഹം പിറകിൽ നിന്ന് ഓടി വരുന്ന അഭിജിത്ത് സർക്കാരിനെ കാണുന്നുണ്ടായിരുന്നു. അഭിജിത്ത് സർക്കാരിന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നു. ഓടി വന്ന അഭിജിത്ത് സർക്കാർ ആ പന്ത് ഫസ്റ്റ് റിസീവ് ചെയ്ത് കൺട്രോളിലാക്കി സെക്കൻഡ് ടൈം ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ തൃശ്ശൂർ എഫ് സി കളിക്ക് ഓപ്പോസിറ്റായിട്ട് തൃശ്ശൂർ മാജിക് എഫ് സി ലീഡിലേക്ക് എത്തുകയാണ്. പിന്നീട് ആ ഒരു ഗോളിന് ശേഷം എനിക്ക് തോന്നുന്നു കണ്ണൂർ എഫ് സി കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയി, കുറച്ചും കൂടി പൊസിഷൻ കീപ്പ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ ബോൾ പൊസിഷൻ അത്യാവശ്യം കണ്ണൂർ എഫ് സിയുടെ കളികളിൽ ഭദ്രമായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ പോലെ അധികം കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ചാൻസസ് അവർ തൃശ്ശൂരിന് വിട്ടുകൊടുക്കുന്നില്ല. അവർ നല്ല കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല ബിൽഡപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഗോൾ മാത്രം വന്നില്ല. ക്യാപ്റ്റനായ എഡ്രിയാന് തന്നെ 2 അവസരങ്ങൾ കിട്ടിയിരുന്നു, പക്ഷെ അദ്ദേഹത്തിൻ്റെ 2 ഷോട്ടും ബാറിന് മുകളിൽ കൂടെ പറന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. സോ അങ്ങനെ നിൽക്കുകയാണ് 71ാമത്തെ മിനിറ്റിൽ, കണ്ടിന്യൂസ് അറ്റാക്സിൻ്റെ ഇടയിൽ 71ാമത്തെ മിനിറ്റിലാണ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ ഈക്വലൈസിങ് ഗോൾ വരുന്നത്. അതും ഒരു സെറ്റ് പീസ് ഗോൾ തന്നെയാണ്, കാരണം സെറ്റ് പീസിൽ നിന്ന് വന്ന ഗോളാണ്. ലോങ് ത്രോ ആയിരുന്നു, ലോങ് ത്രോ ഇൻ ടു ദ ബോക്സ് ആയിരുന്നു. ബോക്സിൽ തൃശ്ശൂർ എഫ് സിയുടെ 2 ഡിഫൻഡേഴ്സ് ചാടി അതിനുവേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫൻഡറിനെ മേത്ത് കെട്ടി പന്ത് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഫ്രാൻസിസ്കോ സെറാനോയുടെ കാലിലേക്ക് എത്തുകയാണ്. അദ്ദേഹം വെയിറ്റ് ചെയ്ത് പന്ത് ഒരു വട്ടം ബൗൺസ് ചെയ്ത് വെയിറ്റ് ചെയ്തൊരു ഹാഫ് വോളി ഷോട്ട്, നല്ല പവർഫുൾ ഷോട്ട് തന്നെ നെറ്റിൻ്റെ ഇടതേ മൂലയ്ക്ക് തുളച്ച് കയറുന്ന ഒരു ഷോട്ടായിരുന്നു. അത് നല്ലൊരു ഷോട്ട് തന്നെയായിരുന്നു. അങ്ങനെ കണ്ണൂർ എഫ് സി അവരുടെ ഇക്വലൈസിങ് ഗോൾ കണ്ടെത്തുകയാണ്. അതിനുശേഷം കണ്ടിന്യൂസ് അറ്റാക്സ് തന്നെ കണ്ണൂർ എഫ് സി നടത്തുന്നുണ്ട്. ഇങ്ങനെ കളി പോയിക്കൊണ്ടിരിക്കുമ്പോൾ 88ാമത്തെ മിനിറ്റിൽ തൃശ്ശൂർ മാജിക് എഫ് സിയുടെ ഡിഫൻഡറായ ഹെൻറി ആൻ്റോണിക്ക് സെക്കൻഡ് യെല്ലോ, അങ്ങനെ റെഡ് കാർഡ് കിട്ടി പോവുകയാണ് അദ്ദേഹം. ഫസ്റ്റ് ഹാഫിൽ ഒരു യെല്ലോ കിട്ടിയതാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇപ്പോൾ 88ാമത്തെ മിനിറ്റ് ആയപ്പോൾ സെക്കൻഡ് യെല്ലോയും കിട്ടി. അതൊരു രണ്ടാമത്തെ യെല്ലോ അർഹിക്കുന്ന ഫൗളാണെന്ന് പറയാൻ കഴിയില്ല, ഒരു സോഫ്റ്റ് ഫൗളായിരുന്നു. പക്ഷേ റഫറിയുടെ കണ്ണിൽ അദ്ദേഹത്തിന് അതൊരു സെക്കൻഡ് യെല്ലോ അർഹിക്കുന്നതായിട്ട് തോന്നിക്കാണും. സോ അദ്ദേഹം റെഡ് കാർഡ് മേടിച്ച് പുറത്തേക്ക് പോകണം ഹെൻറി ആൻ്റോണി. സോ അങ്ങനെ അവസാനത്തെ നിമിഷങ്ങളിലേക്ക് വന്നപ്പോൾ തൃശ്ശൂർ 10 ആളായി ചുരുങ്ങി. സോ അവർ നല്ല രീതിയിൽ ഡിഫൻസിലേക്ക് വരിഞ്ഞു. പക്ഷേ ആ ഒരു ടാറ്റിക്സും അവരെ സേവ് ചെയ്തില്ല. 94th മിനിറ്റിൽ അൽവാരസ്, കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ ഡിഫൻഡറായ അൽവാരോ അവരുടെ വിന്നിംഗ് ഗോൾ നേടുകയാണ്. സെറ്റ് പീസിൽ നിന്നാണ്, കോർണർ വരുന്നു,
അൽവാരസിൻ്റെ ഹെഡറായിരുന്നു. നല്ല കുത്തനെയുള്ള പവർഫുൾ ഹെഡറായിരുന്നു. ഈ വിന്നിംഗ് ഗോളിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മേജർ അപാകതയായിട്ട് തോന്നിയത് തൃശ്ശൂർ മാജിക് FC-യുടെ ഗോൾ കീപ്പറായ സഞ്ജീവാൻ ഘോഷിൻ്റെ പൊസിഷനിങ് ആയിരുന്നു. കോർണർ കിക്ക് എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം അഡ്വാൻസ് ചെയ്ത് വരുന്നുണ്ട്. ഫസ്റ്റ് ടൈം ഡീൽ ചെയ്യാൻ വേണ്ടിയാവണം അദ്ദേഹം അഡ്വാൻസ് ചെയ്ത് വന്നത്. പക്ഷേ അദ്ദേഹം ആ ഓട്ടത്തിന് പകുതിക്ക് വെച്ച് നിന്നു. അതായത് ആ ഡീലും ചെയ്തില്ല, അദ്ദേഹം ആ പൊസിഷനിൽ പകുതിക്ക് വെച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. മേ ബി അദ്ദേഹത്തിന് ആ ബോളിൻ്റെ ട്രജക്ടറി ജഡ്ജ് ചെയ്യുന്നത് തെറ്റിപ്പോയിട്ടുണ്ടാവണം. അതോടുകൂടി ഗോൾ ലൈനിൽ നിന്ന് വിട്ടു വന്നതുകൊണ്ട് ഗോൾ ലൈനിൻ്റെ മുമ്പിൽ നല്ലൊരു സ്പേസ് ക്രിയേറ്റ് ആവാണ് ചെയ്യുന്നത്. സോ അത് അദ്ദേഹത്തിൻ്റെ ഒരു മേജർ മിസ്റ്റേക്കായിട്ട് തോന്നി. മേ ബി അദ്ദേഹം ഗോൾ ലൈനിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ മേ ബി ആ ഹെഡർ അദ്ദേഹത്തിന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് ഒരു വലിയ അപാകതയായിട്ട് തോന്നിയിരുന്നു. സോ അത്യാവശ്യം നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കണ്ണൂർ FC ഡിസേർവ് ചെയ്യുന്ന 3 പോയിന്റ്സ് തന്നെയാണ് അവർ നേടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് അവർ നല്ല രീതിയിൽ പൊസിഷൻ കീപ്പ് ചെയ്ത് കണ്ടിന്യൂസ് അറ്റാക്സ് ഒക്കെ അവിടെ വന്ന് കാണാൻ സാധിച്ചിരുന്നു. ഇനി തൃശ്ശൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട 2 പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് ആണ്. ഒന്ന് CK വിനീത്, മറ്റൊന്ന് മെയ്സൺ ആൽവസ് ആണ്. CK വിനീത് നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് ലൈനിൽ ഒരു ഒറ്റപ്പെട്ട സ്ട്രൈക്കറായിട്ട് ഒരു ടാർഗറ്റ് മാൻ ആയിട്ടാണ് കളിച്ചിരുന്നത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് റേറ്റ് അദ്ദേഹത്തിന് പുറത്തെടുക്കേണ്ടി വന്നിരുന്നു. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. ആൻഡ് ഇനി ഡിഫൻസിലേക്ക് നോക്കുന്ന മെയ്സൺ ആൽവസിൻ്റെ പേര് ISL ഫാൻസിന് അത്യാവശ്യം പരിചയം കാണും. ISL 4 ഫൈനലിൽ ചെന്നൈയിൻ FC-ക്ക് വേണ്ടി ബംഗളൂരു FC-ക്ക് എതിരെ 2 ഹെഡർ ഗോൾ ഫൈനലിൽ നേടി അവർക്ക് ട്രോഫി വാങ്ങിക്കൊടുത്ത താരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്ത് മീൻസ് ലൈക്ക് കണ്ണൂർ FC 94th മിനിറ്റ് വരെ വിന്നിംഗ് ഗോളിൽ നിന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞിരുന്നു. ഇനി സ്റ്റേഡിയത്തിനകത്തുള്ള ഫാൻസിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൺഡേ ആണ് മാച്ച് നടന്നത്. ഒരു വർക്കിംഗ് വീക്കിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അതുപോലെ തന്നെ മഴയുടെ ശല്യം ഉണ്ടായിരുന്നു. സോ അത്ര കുത്തൊഴുക്ക് ഉണ്ടായില്ലെങ്കിലും അത്യാവശ്യം ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പേഴ്സണലി മലപ്പുറത്തിൻ്റെ ഹോം മാച്ചിന് വേണ്ടിയിട്ടാണ്. മഞ്ചേരി സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന മലപ്പുറം FC-യുടെ ഹോം മാച്ച് എനിക്ക് തോന്നുന്നു വളരെ ക്ലോസ് പാക്ഡ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഞാൻ പേഴ്സണലി വെയിറ്റ് ചെയ്യുന്നത് മലപ്പുറത്തിൻ്റെ ഹോം മാച്ചിന് വേണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു അപ്ഡേറ്റ്, സൂപ്പർ ലീഗിനെ കുറിച്ച് പറയേണ്ട ഒരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ മലപ്പുറം FC-യിലേക്ക് ഒരു പുതിയ കോർണർ കൂടി വരികയാണ്. പുതിയൊരു സെലിബ്രിറ്റി, മറ്റാരുമല്ല കേരള ക്രിക്കറ്റിൻ്റെ രോമാഞ്ചമായ സഞ്ജു സാംസണാണ് കോർണറായിട്ട് കടന്നു വരുന്നത് മലപ്പുറം FC-യിലേക്ക്. ഇപ്പോൾ മറ്റുള്ള സെലിബ്രിറ്റീസ്, അതായത് പൃഥ്വിരാജ്, നിവിൻ പോളി, ആസിഫ് അലി എന്നിവർക്കൊക്കെ ശേഷം മറ്റൊരു താരം സഞ്ജു സാംസൺ സൂപ്പർ ലീഗിലേക്ക് കടന്നു വരികയാണ്. വളരെ നല്ല കാര്യം. കൂടുതൽ സെലിബ്രിറ്റീസ് ഓണർഷിപ്പിലേക്കൊക്കെ വരട്ടെ. ക്ലബ്ബുകളുടെയും ലീഗിൻ്റെയും മാർക്കറ്റിങ്ങിനും റീച്ചിനും എല്ലാം അത് വളരെ സഹായകമാക്കട്ടെ. സോ തൃശ്ശൂർ മാജിക് FC-യുടെയും കണ്ണൂർ വാരിയർ FC-യുടെയും മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതേപോലെ പുതിയതായി തുടങ്ങിയ നമ്മുടെ സ്വന്തം കേരള സൂപ്പർ ലീഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫുട്ബോൾ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മലയാളി ഫുട്ബോൾ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലിനെ. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.